അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മുതുമല ടൈഗർ റിസർവിലെ തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പിലോട്ടാണ്. ഈ തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പ് മോയാർ നദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ക്യാമ്പിലുള്ള ഒരുപാട് എലിഫന്റ്സിന്റെ ഫീഡിങ്ങും അവർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് റിസപ്ഷൻ സെന്ററിലോട്ടാണ്. അവിടെ നിന്ന് വേണം നമുക്ക് എലിഫന്റ് ക്യാമ്പിലോട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ സെന്റർ. ഫോറസ്റ്റ് സഫാരി, ഫോറസ്റ്റ് സ്റ്റേ, എലിഫന്റ് ക്യാമ്പ് വിസിറ്റ് ഇതിനുള്ള എല്ലാ ടിക്കറ്റ് എടുക്കേണ്ടതും ഈ റിസപ്ഷൻ സെന്ററിൽ നിന്ന്. മുതുമല ടൈഗർ റിസർവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. എലിഫന്റ് ക്യാമ്പ് വിസിറ്റിന്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് 25 rupees ആണ്. ഈ റിസപ്ഷൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ എലിഫന്റ് ക്യാമ്പ് ഉള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് നേരെ എലിഫന്റ് ക്യാമ്പിലോട്ട് പോകാം. നമ്മുടെ വണ്ടി എലിഫന്റ് ക്യാമ്പിന്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാവുന്നതാണ്. എലിഫന്റ്സിന്റെ ഫീഡിംഗ് ടൈമിൽ മാത്രമാണ് വിസിറ്റേഴ്സ് അലൗഡ് ആയിട്ടുള്ളത്. ടൈമിംഗ് വരുന്നത് രാവിലെ 8:30 to 9 AM, അതുപോലെ വൈകിട്ട് 5:30 to 6 PM. ഈ ടൈം സ്ലോട്ടിൽ മാത്രമാണ് എലിഫന്റ് ക്യാമ്പിലുള്ള എലിഫന്റ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിസിറ്റേഴ്സ് വരാൻ കാരണവും ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള ഷോർട്ട് ഡോക്യുമെന്ററി ആയിട്ടുള്ള ദ എലിഫന്റ് വിസ്പറേഴ്സിന്റെ ശേഷം കൂടിയാണ്. ബൊമ്മൻ ബെല്ലി എന്ന് പറയുന്ന കപ്പിള് എടുത്തു വളർത്തിയ ആനക്കുട്ടികളുടെ കഥയും കൂടിയാണ് ഈ എലിഫന്റ് വിസ്പറേഴ്സിൽ പറയുന്നത്. അതിലെ ആനക്കുട്ടികളായിട്ടുള്ള രഘു അതുപോലെ അമ്മു ഇവർ രണ്ടുപേരും ഉള്ളതും ഈ എലിഫന്റ് ക്യാമ്പിലാണ്. അപ്പോൾ എലിഫന്റ് ക്യാമ്പിലെത്തി ബുക്കിംഗ് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വൈകിട്ടുള്ള ടൈമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് 5:30. വീക്ക് ഡേ ആയിട്ട് പോലും അത്യാവശ്യം തിരക്കുണ്ട്. ഈ ടൈമിൽ ജംഗിൾ സഫാരി കഴിഞ്ഞവരെല്ലാം എലിഫന്റ് ക്യാമ്പ് വിസിറ്റ് ചെയ്തിട്ടേ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുമുണ്ട്. ക്യാമ്പിലെ എലിഫന്റ്സിനെല്ലാം ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് പ്ലാൻ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ഇവരെ ഫീഡ് ചെയ്യുന്നത്. ഈ ഡയറ്റ് പ്ലാന് അവരുടെ ഏജ്, വെയിറ്റ് അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം നോക്കിയിട്ടാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നിട്ടാണ് ഓരോ ആനകളുടെ പാപ്പാമാരും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവരുടെ ഫുഡിൽ വരുന്ന ഐറ്റംസ് ആണ് ഹോസ് ഗ്രാം, റാഗി, റൈസ്, സോൾട്ട്, ജാഗ്രി, പിന്നെ ഒരു മിനറൽ മിക്സ്ചറും ഉണ്ടാകും. ലാസ്റ്റ് ആണ് ഷുഗർ കെയിനും കോക്കനട്ടും കൊടുക്കുക. വന്നപ്പോൾ തൊട്ടേ തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആനയുടെ പേരാണ് സന്തോഷ്. സന്തോഷ് ഫുഡ് കഴിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ഇതാണ് രഘു. ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള ദ എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്ന ഷോർട്ട് ഡോക്യുമെന്ററിയിലെ ആന. ബൊമ്മനും ബെല്ലിയും മാറി വേറെ കെയർ ടേക്കറാണ് ഇപ്പോൾ രഘുവിനുള്ളത്. ആനകളും മനുഷ്യന്മാരെ പോലെ തന്നെയാണ്. വല്ലാണ്ട് പാമ്പർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രായമാകുമ്പോൾ അവർ ഭയങ്കര നോട്ടി ആവുകയും പറഞ്ഞാൽ കേൾക്കാതെ ആകും. അങ്ങനെയുള്ള സമയത്ത് അപ്പോൾ ഉള്ള കെയർ ഗിവറിനെ മാറ്റി കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കെയർ ഗിവറിനെ വയ്ക്കും. അങ്ങനെ ബെല്ലടിച്ച ഉടനെ തന്നെ എലിഫൻസിനെ ഫീഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ സന്തോഷം ഒരു പ്രത്യേക രീതിയിലാണ് ഫുഡ് കഴിക്കുക. പാപ്പാൻ വായിൽ വെച്ച് കൊടുത്താലും ആ ഫുഡ് എടുത്ത് കൈ പിടിച്ച് പതുക്കെ പതുക്കെയാണ് സന്തോഷം കഴിക്കുക. ഇപ്പോൾ ഫീഡ് ചെയ്യുന്നത് രഘുവിനെയാണ്. റൈസും റാഗിയും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരവരുടെ ആനേനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 റൗണ്ടോളം ഫുഡ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഏരിയ. പാപ്പാമാരെല്ലാവരും ഷുഗർ കെയിനും കോക്കനട്ടും ആയിട്ട് പോകുന്ന കാണാം. ലാസ്റ്റ് കൊടുക്കുന്ന ഫുഡാണ് ഷുഗർ കെയിനും കോക്കനട്ടും. അങ്ങനെ ഷുഗർ കെയിനും കോക്കനട്ടും എല്ലാം കൊടുത്ത് ഇവരുടെ ഫീഡിങ് കഴിഞ്ഞു. ഇനി എല്ലാ ആനകളും തിരിച്ചു പോവാണ് അവരവരുടെ പാപ്പാമാരുടെ കൂടെ. അപ്പോഴും സന്തോഷ് മാത്രമാണ് ലാസ്റ്റ് പോകുന്നത്. ജാഗരി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സന്തോഷം നിന്നത്. അങ്ങനെ പാപ്പാൻ വന്ന് ജാഗരി കൊടുത്തു. ഇനി സന്തോഷം പോവുകയാണ്. ഒപ്പം നമുക്കും ഇറങ്ങാം. അങ്ങനെ എലിഫന്റ് ക്യാമ്പിൽ നിന്ന് ജസ്റ്റ് വണ്ടി എടുത്തപ്പോഴേക്കും റോഡ് സൈഡിൽ ഒരു മയിലിനെ കണ്ടു. ആൾക്കാരനെ കണ്ട് ശീലമായതുകൊണ്ടായിരിക്കും പേടിയൊന്നുമില്ല. ക്യാമ്പിലുള്ള ആനയാണിത്. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് തിരിച്ചു പോവാണ് പാപ്പാൻ്റെ കൂടെ. അങ്ങനെ ഇരുട്ടുന്നതിന് മുമ്പേ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.